നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. കേന്ദ്ര വ്യവസ്ഥ 6 മാസം സാധനം വാങ്ങിയില്ലെങ്കിൽ ബാധകം. റേഷൻ വാങ്ങാത്ത കാർഡിന് പൂട്ടുവരുന്നു. ചട്ടഭേദഗതി പ്രാബല്യത്തിൽ. കേരളത്തിൽ റേഷൻ വാങ്ങാത്ത കാർഡ് ഉടമകൾ ശരാശരി 17 ലക്ഷമാണ്. 6 മാസത്തിനിടെ ഒരു തവണ പോലും റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് താൽക്കാലികമായി മരവിപ്പിക്കും. കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം കൊണ്ടുവന്ന ചട്ടഭേദഗതി ചൊവ്വാഴ്ച പ്രാബല്യത്തിലായി. സംസ്ഥാന സർക്കാരാണ് കാർഡ് മരവിപ്പിക്കേണ്ടത്. തുടർന്ന് 3 മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തി ഉടമകളുടെ ഇലക്ട്രോണിക്സ് KYC നടപടിക്രമം പൂർത്തിയാക്കണം. അർഹത ബോധ്യപ്പെട്ട റേഷൻ നൽകും. പുതിയ നീക്കം കേരളത്തിൽ ഒട്ടേറെ പേരെ ബാധിക്കും. കേരളത്തിൽ ഓരോ മാസവും ശരാശരി 17,65,00,000 പേർ റേഷൻ വാങ്ങുന്നില്ല. കഴിഞ്ഞ മാസം 95 ലക്ഷം പേർ റേഷൻ കാർഡിൽ ഉടമകളിൽ 78.33 ലക്ഷം പേർ 82.34% മാത്രമാണ് റേഷൻ വാങ്ങിയത്. 3 മാസം റേഷൻ വാങ്ങാത്ത പിങ്ക് മഞ്ഞ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കുന്ന രീതി നിലവിലുണ്ടെങ്കിലും കാർഡ് മരവിപ്പിക്കുന്ന രീതി ഒരു വിഭാഗത്തിലും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ റേഷൻ വാങ്ങാത്ത കുടുംബങ്ങൾ ഇക്കൊല്ലത്തെ കണക്കാണ് ബ്രാക്കറ്റിൽ ശതമാനം കൊടുത്തിട്ടുണ്ട്. ജനുവരി 16.65 ലക്ഷം 17.49%. ഫെബ്രുവരിയിൽ 17.39 ലക്ഷം 18.38% ആൾക്കാരാണ്. മാർച്ച് 18.38 ലക്ഷം പേര് 19.20%. ഏപ്രിൽ 19.07 ലക്ഷം പേര് 20.1%. മെയ്യിൽ 17.73 ലക്ഷം പേര് 18.68%. ജൂൺ 16.72 ലക്ഷം 17.66%. വർഷത്തിൽ 5 വർഷത്തിലൊരിക്കലും റേഷൻ മസ്റ്ററിംഗ് നിർബന്ധമാക്കുകയാണ്. 2 സംസ്ഥാനങ്ങളിൽ കാർഡ് പറ്റില്ല. റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് KYC ഇനി 5 വർഷത്തിലൊരിക്കൽ നടത്തണമെന്നും കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്തു. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ നമ്പർ ലഭ്യമായില്ലെങ്കിൽ രേഖപ്പെടുത്തണം. 5 വയസ്സ് തികഞ്ഞ 1 വർഷത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. 18 വയസ്സാകാത്തവർക്ക് പ്രത്യേക റേഷൻ കാർഡ് അനുവദിക്കില്ല. കേരളത്തിൽ നിലവിൽ മുൻഗണനാ വിഭാഗങ്ങളിലായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ആണ് നിർബന്ധമായും ചെയ്യേണ്ടത്. ഇതിൽ സംസ്ഥാനം 98.85% പൂർത്തിയാക്കി. ഡ്യൂപ്ലിക്കേറ്റ് കാർഡ്. ഒരാൾ ഒന്നിലേറെ സംസ്ഥാനങ്ങളിലെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാർഡുകൾ മരവിപ്പിക്കണം. തുടർന്ന് അർഹത തെളിയിക്കാൻ 3 മാസത്തിനകം മസ്റ്ററിംഗ് നടത്തണം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. പുതിയ അപേക്ഷകൾ മുൻഗണനാ ക്രമത്തിൽ പരിഗണിക്കണം. പിന്നോക്ക ദുർബല വിഭാഗങ്ങൾക്ക് സാഹചര്യം പരിഗണിച്ചുള്ള മുൻഗണന നൽകാം. വെയിറ്റ് ലിസ്റ്റ് സംസ്ഥാന പോർട്ടലിൽ പ്രസിദ്ധീകരിക്കണം. അപേക്ഷകളുടെ തൽസ്ഥിതി പരിശോധിക്കാനും സൗകര്യം വേണം. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.